പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം വളരെ പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സമഗ്രമായ പൂർണ്ണമായ പ്രാർത്ഥന എങ്ങനെ നടത്തണമെന്ന് ഈശോ പഠിപ്പിച്ചു തരുന്നു. ഈശോ പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്നത് അധരങ്ങൾ കൊണ്ടാണ്, വാക്കുകൾ കൊണ്ടാണ്. അന്വേഷിക്കുന്നത് മനസ്സുകൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്. മുട്ടുന്നത് നമ്മുടെ കൈകൾ കൊണ്ട്, ഒരുപക്ഷെ ശരീരം കൊണ്ട് നമ്മൾ മുട്ടുകയും ചെയ്യുന്നു. പ്രാർത്ഥന ഇപ്രകാരം ശരീരവും മനസ്സും ആത്മാവും വാക്കുകളും ഒരുമിച്ച് ചേരുന്നതാണ് യഥാർത്ഥമായ പൂർണ്ണമായ പ്രാർത്ഥനയെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. യാന്ത്രികമായാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സംഭവിക്കുന്നത്. ഈശോയ്ക്ക് അത്തരം പ്രാർത്ഥനകൾ സ്വീകാര്യമല്ല എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോഴെങ്കിലും ഫലമണിയാതെ പോകുന്നതും ഈ പ്രാർത്ഥന ഇപ്രകാരം സമഗ്രമാകാതിരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൽ ഏകാഗ്രമായി നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും വാക്കുകളും ഒരുമിച്ച് സമന്വയിപ്പിക്കുമ്പോൾ ദൈവത്തിന് ആ പ്രാർത്ഥന തള്ളിക്കളയാനാവില്ല. മറ്റൊരു കാര്യം ഈശോയുടെ പ്രത്യേകമായി പറയുന്നത് എന്തെന്നാൽ, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ആർക്കും അതിന് ദൈവത്തിൽ നിന്നൊരു മറുപടി ഉണ്ടോ, ഉത്തരമുണ്ടോ എന്നാണ് ഈശോ പറയുന്നത്. ദൈവത്തിന് ആ കാര്യത്തിൽ മുഖംനോട്ടമില്ല. ആര് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ നല്ലവനാണോ മോശക്കാരനാണോ, അങ്ങനെയുള്ള മുഖംനോട്ടങ്ങളില്ല. പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ചില പ്രാർത്ഥനാ കണ്ടീഷൻസ്, നിബന്ധനകൾ ഈശോ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ആര് പ്രാർത്ഥിച്ചാലും ഈശോ അത് കേൾക്കും. എന്താണ് ഈശോ പറയുന്ന ചില നിബന്ധനകൾ? നിങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, നിങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കണം. അതാണ് ഈശോ പറയുന്നത്. നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. നന്മയായതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാൾക്ക് മോശം വരുന്ന ഒരു കാര്യം സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കില്ല. കാരണം ദൈവം നന്മകളുടെ ഉറവിടമാണ്. അതുപോലെ തന്നെ സ്വാർത്ഥതയോടെ പ്രാർത്ഥിക്കാനും ഇടവരരുത്. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വേറൊരാൾക്ക് കുറവും എനിക്കെപ്പോഴും മെച്ചമായതും മാത്രം കിട്ടണമെന്നുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല. ദൈവപ്രകാരം പ്രാർത്ഥനയ്ക്ക് ചില നിബന്ധനകൾ വെക്കുന്നു. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമാണ്. ദൈവം അത് സാധിച്ചു തരും. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി ദൈവം ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ പ്രാർത്ഥനകളിൽ രൂപപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ശിഷ്യന്മാരെ പോലെ ഞങ്ങളും പറയുന്നു, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ, അങ്ങ് പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട്, സ്നേഹത്തിലായിരുന്നുകൊണ്ട്, ഒരുമയിലായിരുന്നുകൊണ്ട്, ഞങ്ങളുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് നന്മയായതിനു വേണ്ടി ചോദിക്കാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.